രാജീവ് ഗാന്ധി സെന്ററിന്റെ 15ാമത് രാജീവ് ഗാന്ധി അവാർഡ് പരേതനായ അഡ്വക്കേറ്റ് വി പ്രകാശിന്റെ മക്കൾ നന്ദന പ്രകാശും നില പ്രകാശും ചേർന്ന് ഏറ്റുവാങ്ങി. പ്രതിപക്ഷ നേതാവ് വി സതീശനാണ് അവാർഡ് നൽകിയത്. സൗമ്യതയുടെ നേരടയാളവും ജാതിമതഭേദമന്യേ ഏവർക്കും പ്രിയങ്കരനായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. മലപ്പുറത്തിന്റെ സാംസ്കാരിക മുഖവും സമരസപ്പെടാൻ കൂട്ടാക്കാത്ത ഉറച്ച നിലപാടുകളുള്ള നേതാവുമായിരുന്നു വി പ്രകാശ് എന്ന് വി സതീശൻ പറഞ്ഞു. പ്രകാശ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തീക്ഷ്ണമായ ഒരു ഓർമ്മയാണ്. നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. കൃത്യമായി എന്റെ സമകാലികനാണ്. പ്രായം കൊണ്ടും കാലഘട്ടം കൊണ്ടും എല്ലാം ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നവരാണ്, ഒരുമിച്ച് താമസിച്ചിരുന്നവരാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നവരാണ്, പരസ്പരം സങ്കടങ്ങൾ പങ്കുവച്ചിരുന്നവരാണ്. ആദ്യകാലത്ത് പ്രകാശനെല്ലാം അംഗീകാരങ്ങൾ കിട്ടിയിരുന്ന കാലത്ത്, KSUവിനകത്തും യൂത്ത് കോൺഗ്രസിലും ഒക്കെ അംഗീകാരം കിട്ടിയിരുന്ന കാലത്ത് തടയപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. KSU കമ്മിറ്റിയിൽ വരാതെ, KSU പ്രസിഡന്റ് ആകാതെ, KSU ഭാരവാഹി ആകാതെ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാതെ, ഭാരവാഹി ആകാതെ സംഘടനകൾ അങ്ങോട്ടും പങ്കുവച്ചു. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് അധ്യക്ഷത വഹിച്ചു. സ്നേഹപ്രകാശം സപ്ലിമെന്റ് പ്രകാശനവും മുഖ്യപ്രഭാഷണവും അബ്ദുസമദ് സംതാനി MP നിർവഹിച്ചു. സ്മരണകളിൽ എക്കാലവും ജീവിക്കുന്നവർക്ക് സ്മാരകങ്ങളുടെ ആവശ്യമില്ലെന്നും രാജീവ് ഗാന്ധി ഒരു സംസ്കാരമായിരുന്നുവെന്നും സമതാനി പറഞ്ഞു. AP അനിൽകുമാർ MLA രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ മെഡലുകളും മൊമന്റോയും നൽകി അനുമോദിച്ചു. CCN മലപ്പുറം.